ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അവസരം കൂടി കർത്താവ് ദാനമായി തന്നു. എന്തൊരു സ്നേഹമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. നമ്മുടെ പുറകെ നടന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന സ്നേഹം. താതൻ കൈവിട്ട നേരത്തും എന്നെ ഓർത്ത സ്നേഹം. ക്രൂശിൽ ദൈവം മുഖം മറച്ചു. എൻ്റെ പാപം യേശു ക്രിസ്തുവിൻ്റെ മേലായി ദൈവം മുഖം മറച്ചു. അപ്പോഴും എന്നെക്കുറിച്ച് ഓർത്ത സ്നേഹം, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിയ സ്നേഹം. പ്രിയമുള്ളവരെ, എൻ്റെ ഹൃദയത്തോട് അത് ഏറ്റവും സംസാരിച്ചു. നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നൊരു സ്നേഹമുണ്ട്. നിന്നെ മറക്കാത്തൊരു സ്നേഹമുണ്ട്. നിനക്ക് അർഹതയില്ലാത്തതെല്ലാം തന്നൊരു സ്നേഹമുണ്ട്. എന്നിട്ടും നീ ഒഴികഴിവ് പറഞ്ഞ്, നിന്റെ ശരീരത്തിൽ സുഖമില്ല എന്നും പറഞ്ഞ് എന്നെ സാക്ഷിക്കുവാൻ കിട്ടുന്ന ഒരു അവസരം നീ അത് വില കൊടുക്കാതെ പോയാൽ എങ്ങനെ അതിൽ നിന്ന് തെറ്റി ഒഴിയും? എങ്ങനെ നീ ഒരു ദൈവപൈതലാണെന്ന് നീ എങ്ങനെ പറയും? പ്രിയമുള്ളവരെ, ഞാൻ അന്ന് ദൈവസന്നിധിയിലിരുന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. പലപ്പോഴും പല സമയത്തും പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും പിന്നോട്ട് പോയിട്ടുണ്ട്. കർത്താവേ, ഞാൻ അവിടെ ഇരുന്ന് ഞാൻ സമർപ്പിച്ചു. കർത്താവ്, ഇന്ന് നിനക്ക് ഇഷ്ടരഹിതമാണെങ്കിൽ നീ എന്നിലൂടെ നിൻ്റെ ദൈവജനത്തോട് സംസാരിക്കണമേ. എനിക്ക് ആവശ്യമുള്ള വചനം നീ തരണമേ. എന്നിൽ ഇനിയും കുറവുകൾ അനേകമുണ്ട്. എന്നാൽ കർത്താവേ, എന്നോടൊന്ന് മനസ്സലിയണമേ എന്ന് ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരു സംഭവമുണ്ട്. ഒരു പിതാവ് തൻ്റെ 2 മക്കളെ വിളിക്കുകയാണ്, ഒരു മൂത്തവനെയും അനിയനെയും വിളിച്ചിട്ട് അവർക്ക് ഒരു 50 ലക്ഷം രൂപ കൊടുത്തു. 50 ലക്ഷം രൂപ ഒരു ഭവനം പണിയുവാനാണ്. 2 പേർക്കും ക്യാഷ് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതാ കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് 2 പേർക്കും തരുന്ന ഒരേ സ്ഥലം തന്നെയാണ്, ചേർന്ന് കിടക്കുന്ന സ്ഥലം, ഒരേ രീതിയിലുള്ള സ്ഥലം, നിങ്ങൾ അവിടെ ഒരു ഭവനം പണിയണമെന്ന് പറഞ്ഞു. ഈ 2 മക്കളും, മൂത്തവൻ സ്ഥലം കണ്ടു. ആ സ്ഥലം പ്രത്യേകിച്ച് വലിയ ഗുണമുള്ള സ്ഥലമൊന്നുമല്ല. ഒരു ചതുപ്പ് നിലം പോലെ ഒരു സ്ഥലമാണ്. ഇളയവനും ആ സ്ഥലം കണ്ടു, ഒരു ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലമാണ്. അവർ 2 പേരും ഭവനം പണിയുവാൻ ആരംഭിച്ചു. മൂത്തവൻ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടുകൊണ്ട് നല്ല രീതിയിലാണ് പണിയുന്നത്. എന്നാൽ ഇളയവൻ പെട്ടെന്ന് ആ ഭവനത്തിൻ്റെ പണിയെല്ലാം തീർത്തു. അതിൻ്റെ കയറിത്താമസം വെച്ചു. നല്ല ഭംഗിയുള്ള ഭവനം. അനേകരെ വിളിച്ചു, സദ്യ കൊടുത്തു, അച്ഛന്മാർ വന്നു, എല്ലാം ചെയ്തു. അപ്പോഴും ആ ചേട്ടൻ, ആ മൂത്തവൻ അപ്പോഴും ആ ഭവനത്തിൻ്റെ അടിസ്ഥാനം ഇടുന്നേ ഉള്ളൂ. ആ മൂത്തവൻ അപ്പോഴും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന് ആ കയറിത്താമസത്തിന് വന്നവരെല്ലാവരും പറഞ്ഞു, ഇവൻ എന്ത് മണ്ടനാണ്, ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്, ഇവൻ എന്തോ ബുദ്ധിസ്ഥിരതയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ചെയ്യും, 2 പേർക്ക് ഒരേ കാശല്ലേ കൊടുത്തത്, എന്താണ് ഇവനൊരു ബുദ്ധിഹീനനായി പോയല്ലോ. എന്നാൽ ചേട്ടൻ അതൊന്നും നോക്കാതെ ഭവനം നല്ല രീതിയിൽ അടിസ്ഥാനമിട്ട് എല്ലാം പണിയുകയാണ്. പക്ഷേ പണിതെല്ലാം വന്നപ്പോൾ ആ വീട് നല്ല രീതിയിൽ പെയിൻ്റ് അടിക്കാൻ കാശില്ല, നല്ല രീതിയിൽ മോടി പിടിപ്പിക്കാൻ കാശില്ല. ഒന്ന് കയറി കിടക്കാം. അപ്പോഴെല്ലാം ആ ചേട്ടൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്. ഓ, അനിയൻ എന്ത് ഭംഗിയായിട്ടാണ് വീട് പണിതത്, എന്ത് ഭംഗിയുള്ള വീട്, ഒരേപോലെ കാശല്ലേ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയത്. എല്ലാവരും പുച്ഛിക്കുന്നുണ്ട്, ആ ചേട്ടനെ എല്ലാവരും പുച്ഛിക്കുന്നുണ്ട്. എന്നാൽ നാളുകൾ കഴിഞ്ഞു. വലിയൊരു കൊടുങ്കാറ്റും വലിയൊരു മഴയും പേമാരിയും എല്ലാം വന്നു. ആ അനിയൻ്റെ വീട് തകർന്നുപോയി. എന്നാൽ ആ ചേട്ടൻ്റെ വീട് അവിടെ ബലത്തോടെ നിന്നു. ഇതൊരു കഥയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഈ 2 സാഹചര്യങ്ങളും ഒരേ സാഹചര്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിലൂടെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവർക്ക് 2 പേർക്കും
വീട് പണിയുവാൻ ലഭിച്ച സ്ഥലം ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരാൾ ആഴത്തിൽ കുഴിച്ചു, പാറയിൽ അടിസ്ഥാനമിട്ടു. എന്നാൽ ഒരാൾ മണലിന്മേൽ വീട് പണിതു. വൻമഴ ചൊരിഞ്ഞു, ആ വീടിന്മേൽ അടിച്ചു, കാറ്റ് ആ വീടിന്മേൽ അടിച്ചു. ഒരു വീട് തകർന്നുപോയി, ഒരു വീട് നിലനിന്നു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും, നമുക്കിന്ന് ദൈവവചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് നാം എങ്ങനെയാണ് ഉള്ളവരാണ്? ഇന്ന് നാം ആഴത്തിൽ അടിസ്ഥാനമുള്ളവരാണോ? അതെയോ നാം പുറമേ എല്ലാം ഉണ്ട്, പുറമേ വചനം പറയുന്നുണ്ട്, പുറമേ ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട്, പുറമേ വേദപുസ്തകം വായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പുറമേ നോക്കുമ്പോൾ എല്ലാം തികഞ്ഞവരാണ്. എന്നാൽ എൻ്റെ അടിസ്ഥാനം എവിടെയാണ്? ഞാൻ ആഴത്തിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വ്യക്തിയാണോ? അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴത്തിൽ അടിസ്ഥാനമിടാത്തവരുടെ വീഴ്ച വലുതായിരിക്കുന്നു. അവിടെ ഇവർ രണ്ടുപേരും വചനം കേട്ടവരാണ്, വചനം കേട്ടവർ തന്നെയാണ്. എന്നാൽ അവിടെ കർത്താവ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ഈ വചനങ്ങളെ കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനാകുമെന്ന്. ബുദ്ധിയുള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ്. നമുക്കിന്ന് പുറമേ പ്രകടമായ പാപങ്ങളൊന്നുമില്ല. പുറമേ നോക്കുമ്പോൾ നാം കൂട്ടായ്മക്കാരാണ്, പുറമേ നാം സാക്ഷ്യം പറയുന്നുണ്ട്, പുറമേ നാം എല്ലാം ചെയ്യുന്നുണ്ട്, പുറമേ പ്രകടമായ പാപങ്ങൾക്കൊന്നും പോകുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എന്താണുള്ളത്? അങ്ങനെയെങ്കിൽ അല്ല, നാം ആഴത്തിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ വീഴ്ച വലുതായിരിക്കുമെന്ന്, നമ്മുടെ വീഴ്ച അതിഭയങ്കരമായിരിക്കുമെന്ന് ഇതെന്നോടുമുള്ള വചനമാണ്, നമ്മോട് ഓരോരുത്തരോടുമുള്ള വചനമാണ്. പ്രിയമകനെ, പ്രിയമകളെ, നീ വചനം കേൾക്കുന്നില്ലേ? നീ വചനത്തിന് വന്നിരിക്കുന്നില്ലേ? എന്നാൽ ഇന്ന് നിന്റെ അടിസ്ഥാനം എവിടെയാണ്? നീ ഇന്ന് ദൈവമക്കളിലാണോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? നീ ഇന്ന് കൂട്ടായ്മകളിലാണോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? നീ ഏതെങ്കിലും സഭകളിലാണോ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ശരിയാണ്, എല്ലാവരും നിന്നെ പുകഴ്ത്തും, എല്ലാവരും നിന്നെ പൊക്കിപ്പറയും, നീ വലിയ ആളാണെന്ന് പറയും. എന്നാൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ഇന്ന് ഇവിടെ ഒന്നും വലിയ വ്യക്തി ആയില്ലെങ്കിലും, ഇവിടെയൊന്നും നീ വലിയ മുൻനിരയിലേക്ക് വന്നില്ലെങ്കിലും, നിനക്ക് ആഴത്തിൽ അടിസ്ഥാനമുണ്ടോ? നിന്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിലാണോ? പ്രിയമുള്ളവരെ, നമ്മോട് ചോദിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് ചോദിക്കുകയാണ്, നീ ആരിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? നീ ഒരു കാലത്ത് കൂട്ടായ്മയിൽ ആശ്രയിച്ച് നടന്ന വ്യക്തിയല്ലേ? നമുക്ക് അനുഭവങ്ങളില്ലേ? നാം ഇന്ന് പലതും അനുഭവിച്ചവരല്ലേ? പലപ്പോഴും നാം ദൈവമക്കളിൽ ആശ്രയിച്ച് നടന്നവരല്ലേ? പലപ്പോഴും നാം കൂട്ടായ്മകളിൽ ആശ്രയിച്ച് നടന്നവരല്ലേ? നമ്മുടെ അടിസ്ഥാനം നാം കൂട്ടായ്മകളിൽ ഇട്ടവരല്ലേ? എന്നാൽ ഇന്ന് നമ്മോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നീ ആ അടിസ്ഥാനം ഇതുവരെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ? നീ ഇതുവരെ നീ ഒന്ന് ആഴത്തിൽ പോകുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ വേദഭാഗം കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിന്റെ അവസാനത്തിലാണ്. ആ ഒരു വലിയൊരു മീറ്റിങ്ങിന്റെ അവസാനം കർത്താവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദാ ഇത്രയും വചനങ്ങൾ നിങ്ങൾ കേട്ടുവല്ലോ. 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ദൈവവചനം പറഞ്ഞു കൊടുക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് വചനം പറഞ്ഞു കൊടുക്കുക. എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? പറഞ്ഞു കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുവരെ നമുക്ക് കൽപ്പനകളുണ്ട്, കൊല ചെയ്യരുത്, ശരിയാണ്, നാം ചിന്തിക്കും നാം കൊല ചെയ്യുന്നില്ലല്ലോ. എന്നാൽ കർത്താവോട് ഇത്തിരിയോടെ ആഴത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്, കൊല ചെയ്യരുത് എന്നല്ല, നീ കൂട്ടുകാരനെ പകയ്ക്കുന്നെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ കോപമുണ്ടെങ്കിൽ നീ കൊല ചെയ്തു. ഇത്തിരിയോടെ ആഴത്തിൽ പറഞ്ഞു കൊടുത്തു. വീണ്ടും കൽപ്പനകളുണ്ട്, വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ നീ സ്ത്രീയെ മോഹത്തോടെ നോക്കിയെങ്കിൽ നീ അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇത്തിരിയോടെ ആഴത്തിലാണ്, അടിസ്ഥാനം ആഴത്തിലേക്ക് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. വീണ്ടും അവിടെ കാണാം, നീ നിന്നെ പകയ്ക്കുന്നവരെ സ്നേഹിക്കണമെന്ന്, നീ സ്നേഹിക്കണമെന്ന്, നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കണമെന്ന്. ആഴത്തിലേക്ക് കർത്താവ് പറയുകയാണ്, നീ നല്ല ഫലം കായ്ക്കണമെന്ന്. എന്തെല്ലാമാണ് കർത്താവ് പറയുന്നത്? 5-ാം അധ്യായവും 6-ാം അധ്യായവും 7-ാം അധ്യായവും കർത്താവ് വ്യക്തമായി ആഴത്തിലുള്ള വചനം പറഞ്ഞു കൊടുക്കുകയാണ്. പുറമെയുള്ള ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം, പുറമെയുള്ള പ്രവൃത്തികളെ പറ്റി അല്ല കർത്താവ് അവിടെ പറയുന്നത്. കർത്താവ് ആഴത്തിലുള്ള വചനം കൊടുക്കുന്നു. നിന്റെ ഹൃദയത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുവിനെന്ന്, നീ ആഴത്തിലുള്ള ശുദ്ധീകരണം പ്രാപിപ്പിനെന്ന്. എന്നിട്ട് ഇതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട്, ഇതിനെല്ലാത്തിനും ഒരു അവസാനം പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, മകനെ, മകളെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ വചനങ്ങളെ നിങ്ങൾ കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ, അത് കേട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നീ വചനം കേൾക്കാൻ വന്നു, നല്ലതാണ്, നീ എൻ്റെ കൂടെ ഇരുന്ന് വചനം കേട്ടു, ശരിയാണ്, എന്നാൽ ഇത് നീ കേട്ട് ചെയ്യുന്നില്ലെങ്കിൽ നീ ഒരു ബുദ്ധിഹീനനാണ്, നിന്റെ വീഴ്ച വലിയതാണ് എന്ന്. നീ സാധാരണ വീഴുന്നത് പോലെയല്ല, നീ വലിയതായി വീണുപോകുമെന്ന്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരോട് കർത്താവ് ചോദിക്കുകയാണ്, നീ ആഴത്തിൽ ശുദ്ധീകരിക്കാൻ
തയ്യാറാണോ? നീ ഇന്ന് കൂട്ടായ്മക്കാരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വചനം പറയുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മേന്മയില്ല, സാക്ഷ്യം പറയുന്നതുകൊണ്ട് അവർക്കൊന്നും മേന്മയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, വചനം പറയാൻ കിട്ടി, ഞാൻ എന്തോ തികഞ്ഞു എന്ന്, ഞാൻ സാക്ഷ്യം പറയാൻ കിട്ടി, ഞാൻ എന്തൊക്കെയോ ആയി എന്ന്. എന്നാൽ ഇവിടെ പറയുന്നു, പുറമേ ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ ആഴത്തിലുള്ള ശുദ്ധീകരണമില്ലെങ്കിൽ, ഹൃദയത്തിൽ വ്യക്തമായ തീരുമാനമില്ലെങ്കിൽ, വ്യക്തമായ ശുദ്ധീകരണം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ, വിശുദ്ധിയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ ആ വീഴ്ച വലിയതാണെന്ന്. ബാക്കിയുള്ളവരെ പോലെയല്ല, നീ വലിയതായി വീഴുമെന്ന്. ഞാനും കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴുകയാണ്. കർത്താവേ, ഇനിയും ശുദ്ധീകരണം പ്രാപിക്കുവാനുണ്ടല്ലോ, ഇനിയും ഞാൻ ആഴത്തിൽ സമർപ്പിക്കേണ്ടതുണ്ടല്ലോ, ഇനിയും ആഴത്തിൽ എനിക്ക് സ്നേഹം വരേണ്ടതുണ്ടല്ലോ. നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിനെന്ന് കർത്താവ് പറയുന്നു. എനിക്ക് സാധിക്കുന്നുണ്ടോ? എന്നോട് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നവരെ പൂർണ്ണമായും സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങളും ചിന്തിക്കണം, സാധിക്കുന്നുണ്ടോ? ദൈവമക്കളെ കാണിക്കുവാൻ കൂട്ടായ്മയ്ക്ക് വന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇന്ന് കർത്താവ് ആഴത്തിൽ ചെറുതായി ഒന്ന് കുഴിച്ചു പോകുവാൻ, ഇനിയും ആഴത്തിലേക്ക് പോകണം. എൻ്റെ യേശുക്രിസ്തുവിനോളം എത്തണം. എൻ്റെ യേശുക്രിസ്തുവാവുന്ന അടിസ്ഥാനം, അവിടെ എത്തിയാൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടും. യേശുക്രിസ്തുവാവുന്ന അടിസ്ഥാനത്തിലേക്ക് ചെന്നാൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് കിട്ടും, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും, യേശുക്രിസ്തുവിൻ്റെ ആ സഹിഷ്ണുത നമുക്ക് കിട്ടും, യേശുക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് കിട്ടും. ഇനി നാം എന്തോരം മാറിയാലാണ് പ്രിയമുള്ളവരെ. നമുക്കൊരാഗ്രഹമുണ്ടോ? നാം ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. നമുക്കൊന്ന് ചേർന്ന് പാടാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന ചിന്തകളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ സമർപ്പണം ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നോട് വന്നിട്ടുണ്ട്, ആ യേശുക്രിസ്തു എന്നോട് വന്നിട്ടുണ്ട്. നമ്മെ ആ താതൻ കൈവിട്ട നേരത്തും നമ്മെ മാറോട് ചേർക്കുവാൻ കൊതിച്ച സ്നേഹം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച സ്നേഹം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആഴത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൂട്ടായ്മ ആഴങ്ങൾ തേടുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം. ആഴത്തിൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം. പുറമേ അധികം ബഹളമുണ്ടാക്കുന്നവരല്ല, പുറമേ വലിയ ഡ്രംസും വലിയ കീബോർഡും എല്ലാം വെച്ച് പാട്ടുപാടി ആർമാദിക്കുന്നതല്ല. അതൊന്നുമല്ല. പുറമേ എല്ലാം നമുക്ക് കാണിക്കാം. എന്നാൽ ആഴത്തിലുള്ള ശുദ്ധീകരണം പ്രാപിച്ച ഒരു കൂട്ടം, ഒരു ചെറിയ കൂട്ടം, അധികം പേരൊന്നും അതിലേക്ക് വരികയില്ല. അങ്ങനെയാണെങ്കിൽ ആഴത്തിലുള്ള ശുദ്ധീകരണം പറയുന്ന സ്ഥലത്ത് അധികം പേർക്ക് രസകരമായി തോന്നുകയില്ല, അവർക്ക് വലിയ ഇമ്പകരമായി തോന്നുകയില്ല. എന്നാൽ എനിക്ക് ആഴത്തിലുള്ള ശുദ്ധീകരണം വേണമെന്ന് താല്പര്യത്തോടെ, പ്രാർത്ഥനയോടെ എൻ്റെ ഹൃദയത്തോട് സംസാരിക്കും. നമ്മെ ശുദ്ധീകരിക്കുന്ന സ്നേഹം വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും അങ്ങനെയുള്ളവരായി മാറണം. എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറണം. എനിക്ക് ആഴത്തിലുള്ള ശുദ്ധീകരണം പ്രാപിക്കണം. എൻ്റെ ആഴത്തിൽ ഇനിയും മറഞ്ഞു കിട്ടേണ്ട പാപങ്ങൾ എനിക്ക് മാറിക്കിട്ടണം. ഇനിയും ശുദ്ധീകരണം പ്രാപിക്കണം. ഇനിയും വിശുദ്ധീകരണം പ്രാപിക്കണം. എൻ്റെ പല അലസതകളും മാറണം, പല ഉഴപ്പ് ശീലങ്ങളും മാറണം. ഞാൻ ഇന്ന് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കർത്താവ് എൻ്റെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ, ഹൃദയത്തിൻ്റെ അന്തരംഗം നോക്കുമ്പോൾ, ഇനിയും മാറേണ്ട അനേക പാപ സ്വഭാവങ്ങൾ എനിക്കുണ്ട്, ഞാൻ അറിയുന്നു. എന്നാൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ ആഴത്തിൽ ശുദ്ധീകരിക്കുന്ന സ്നേഹമുണ്ട്. എൻ്റെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വീണുപോകാൻ ആഗ്രഹിക്കാത്തൊരു സ്നേഹമുണ്ട്. എനിക്ക് മുന്നറിയിപ്പുകൾ തരുന്ന ഒരു സ്നേഹമുണ്ട്. എന്നോട് ആഴത്തിൽ ഇടപെടുന്ന സ്നേഹമുണ്ട്. നമ്മോട് ഓരോരുത്തരോട് ഇടപെടും. നമ്മുടെ പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കും. നമ്മുടെ ഹൃദയത്തിൽ ആ തിരുരക്തത്താലുള്ള ശുദ്ധീകരണം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഇന്ന് നാം ആ സമർപ്പണത്തോടെ ഇരിക്കുക, ആ പ്രാർത്ഥനയോടെ ഇരിക്കുക. കർത്താവേ, എന്നെ ഒന്ന് ആഴത്തിൽ കഴുകണമേ. കർത്താവെ, പുറമേയുള്ള എൻ്റെ എല്ലാ മുഖം മൂടികളും മാറ്റി എൻ്റെ ഹൃദയത്തിൽ കർത്താവെ ഒരു ആഴത്തിലുള്ള ഒരു ശുദ്ധീകരണം, ആഴത്തിലുള്ള ഒരു സമർപ്പണം. രോഗം മാറുന്നതിലല്ല, ജോലി കിട്ടുന്നതിലല്ല, ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ അതിലെല്ലാം ഉപരി എനിക്ക് എൻ്റെ ആഴത്തിൽ എൻ്റെ പാപ സ്വഭാവങ്ങളിൽ നിന്നൊരു മോചനം, എനിക്ക് പൂർണ്ണമായൊരു വിശുദ്ധീകരണം കർത്താവേ എനിക്ക് നീ ദാനമായി തരണമേ. യോഗ്യതയില്ല കർത്താവേ, എനിക്ക് ചോദിക്കുവാൻ ഒരു യോഗ്യതയുമില്ല. എന്നാൽ നീ എന്നെ വില കൊടുത്ത് വാങ്ങിയതല്ലേ, ഞാൻ നിന്റെ മകനല്ലേ, നീ എൻ്റെ അപ്പനല്ലേ, നീ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ആഴത്തിലൊന്ന് കഴുകണമേ. നമുക്ക് ചേർന്നിരിക്കാം, നമുക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.